നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിൽ ഭക്തിയോടുകൂടെ പങ്കെടുത്തു. കുരിശിൻ്റെ വഴിയിലൂടെ നാം ഒരു ഭക്ത അനുഷ്ഠാനം നാം ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ ഭക്ത അനുഷ്ഠാനത്തിൻ്റെ അപ്പുറത്തേക്ക് അല്പമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് നിർത്തുകയാണ് എങ്കിൽ ദൈവം നമ്മോട് എന്താണ് പറയുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് അല്പസമയം എടുത്താൽ ഈ രാത്രി തീർച്ചയായും ദൈവിക ഇടപെടലിൻ്റെ ഒരു രാത്രിയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന വാത്സല്യനിധിയായ ദൈവമേ, നീ ഞങ്ങളോട് എല്ലായ്പ്പോഴും സംസാരിക്കുന്ന ദൈവമാണ്. നിനക്ക് സംസാരിക്കുവാനായിട്ട് സ്ഥലമോ സാഹചര്യമോ ഒന്നും തന്നെ തടസ്സമല്ല. നിനക്ക് വേണമെങ്കിൽ സമുദ്രത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരാം, മത്സ്യത്തോട് സംസാരിക്കാം. മത്സ്യത്തോട് ഒരു മനുഷ്യനെ വിഴുങ്ങുവാനും കരയിൽ കൊണ്ട് ശ്രദ്ധിക്കുവാനുമായിട്ട് ഒരു മത്സ്യത്തോട് സംസാരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. മത്സ്യം അത് അങ്ങനെ തന്നെ ചെയ്യും. നിനക്ക് വേണമെങ്കിൽ ഒരു ഭക്തനെ രക്ഷിക്കുവാനായിട്ട് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇറങ്ങി വരാം. സിംഹക്കുഴിയിൽ അകപ്പെട്ട ഭക്തനെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വരികയും സിംഹത്തോട് അതിൻ്റെ വായെ അടച്ചു പിടിക്കുവാൻ കൽപ്പിക്കുകയും ആ സിംഹം അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. മത്സ്യത്തോട് സംസാരിക്കുന്ന ദൈവം, സിംഹത്തോട് സംസാരിക്കുന്ന ദൈവം വേണ്ടി വന്നാൽ ഒരു കാക്കയോടും സംസാരിക്കും. കാക്കയോട് ഇറച്ചി കഷ്ണം കൊടുത്തിട്ട് മറഞ്ഞിരിക്കുന്ന എലിയാവിന്റെ കയ്യിൽ ഇത് കൊണ്ട് കൊടുക്കുവാൻ പറയുമ്പോൾ അങ്ങനെ ആ കാക്ക അതുപോലെ തന്നെ ചെയ്യും. മത്സ്യത്തോട് സംസാരിക്കുന്ന ദൈവം, സിംഹത്തോട് സംസാരിക്കുന്ന ദൈവം, കാക്കയോട് സംസാരിക്കുന്ന ദൈവം, ദൈവത്തിന് ഏതു സമയവും നമ്മോട് സംസാരിക്കുവാനായിട്ട് സാധിക്കും. ഈ രാത്രി ദൈവമേ, നീ എന്നോടും സംസാരിക്കണമേ. നിനക്ക് എന്നോട് എന്താണ് പറയുവാനുള്ളത് ഈ രാത്രി? നീ പറയുന്നത് കേൾക്കുവാനായിട്ട് എൻ്റെ ഈ സ്വാഭാവിക ചെവികൾക്കപ്പുറത്ത് എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങള് ഈ രാത്രി തുറക്കണമേ. നിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് എൻ്റെ കാതുകളെ നാഥ നീ തുറക്കണമേ. എന്നോട് സംസാരിക്കണമേ. നിന്റെ സ്വരം ഞാനൊന്ന് ശ്രവിക്കട്ടെ. തിരമാലയോട് നീ കൽപ്പിച്ചാൽ തിരമാല ശാന്തമാകും. എൻ്റെ ജീവിതത്തോട് ഈ രാത്രി നീ ഒന്ന് കൽപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും ഞാൻ കൈവരിക്കുവാനായിട്ട് ഈ രാത്രി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാ, ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മൂലം ലോകത്തില് പാപം ഉണ്ടായി. ഒരു മനുഷ്യന്റെ അനുസരണക്കേട് സംഭവിച്ചത് എവിടെയാണ്? ഏതേൻ തോട്ടത്തിലാണ് അനുസരണക്കേട് സംഭവിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകി അവനെ പറുദീസയില് ഏതേൻ തോട്ടത്തില് ആക്കിയിട്ട് ദൈവം അവനോട് സംസാരിച്ചു. എന്നാൽ ദൈവം സംസാരിച്ച ദൈവത്തിന്റെ സ്വരത്തെക്കാളും ഇമ്പമായിട്ട്, കൗതുകകരമായിട്ട്, ആനന്ദകരമായിട്ട്, അഭികാമ്യമായിട്ട് ഹവ്വയ്ക്കും ആദത്തിനും തോന്നിയത് ദൈവത്തിന്റെ ശത്രുവായ സാത്താന്റെ വാക്കുകളായിരുന്നു. അന്നത്തെ പാപം തന്നെയാണ് ഇന്നും തുടരുന്നത്. ദൈവം മനുഷ്യനോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നതിന് പകരം ദൈവത്തിന്റെ കൽപ്പനകള്, ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകള് പാലിക്കുന്നതിനേക്കാൾ അഭികാമ്യമായിട്ട് ഇന്ന് ലോകം വെച്ച് നീട്ടുന്ന ഒത്തിരി ആനന്ദത്തിൻ്റെതായിട്ടുള്ള, കൗതുകത്തിൻ്റെതായിട്ടുള്ള വിനാശമാണ് എങ്കിൽ പോലും അത് നല്ലതാണ് എന്ന് തോന്നുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആദത്തിനും ഹവ്വയ്ക്കും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് സാധിക്കാതെ പോയി. ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മൂലമാണ് പാപം ഉണ്ടായത്. വീണ്ടും നമുക്ക് കാണാം, ദൈവം കായേനോട് സംസാരിക്കുന്നുണ്ട്. കായേനോട് സംസാരിച്ചു. പാപം ചെയ്ത കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ എന്ന്. കായേന് ദൈവത്തോട് തർക്കിക്കുകയാണ്.
ഞാന് എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിക്കുകയാണ്. കായേന് ദൈവത്തിന്റെ സ്വരം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അതേ, പാപം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് പലപ്പോഴും സാധിക്കുകയില്ല. ഈ മനുഷ്യന്റെ അനുസരണക്കേട് മൂലം പാപമുണ്ടായി, ശാപമുണ്ടായി, രോഗമുണ്ടായി, മരണമുണ്ടായി. മനുഷ്യവർഗത്തിന് എല്ലാം ഈ ആദത്തിന്റെ അനുസരണക്കേട് മൂലം നഷ്ടമായി എങ്കിൽ ഇതാ തിരുവചനം പറയുകയാണ്. ഈ രാത്രി ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, ആദം മൂലം നിനക്ക് എന്തെല്ലാം നഷ്ടമായോ അതെല്ലാം അതിന്റെ 10 മടങ്ങായിട്ട് ഇതാ മറ്റൊരു മനുഷ്യന്റെ അനുസരണം മൂലം നിനക്ക് സൗജന്യമായി ഈ രാത്രി നിനക്ക് ലഭിക്കുകയാണ്. ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മൂലം പാപമുണ്ടായെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ അനുസരണത്തിലൂടെ അതിന്റെ പ്രതിവിധിയുള്ളൂ എന്ന് കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവനും വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു തന്നു. ഇതാ ആദവും ഹവ്വയും ഏദേൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ രണ്ടാമത്തെ ആദം, ഒടുവിലത്തെ ആദമായ യേശു ക്രിസ്തു അനുസരിക്കുവാനായിട്ട് മറ്റൊരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഏതാണ് തോട്ടം? ഏതാണ് തോട്ടം? ഗെത്സമേൻ തോട്ടം. പ്രൈസ് ദി ലോർഡ്. രണ്ടാം ആദം, ഒടുവിലത്തെ ആദം ഇതാ ഗെത്സമേൻ തോട്ടത്തിലേക്ക് അനുസരിക്കുവാനായിട്ട്, പിതാവിന്റെ സ്വരം ശ്രവിച്ച് അത് അനുസരിക്കുവാനായിട്ട് തയ്യാറെടുത്ത് ഗെത്സമേൻ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ വച്ച് പിതാവ് പുത്രന് വെളിപ്പെടുത്തുകയാണ് താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. യേശുവിനും 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകനായ യേശയ്യാവ് തന്റെ പുസ്തകം 53-ാം അധ്യായത്തില് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ താൻ സഹിക്കേണ്ടി വരുന്നത് എല്ലാം കൃത്യമായി അവിടെ വിവരിച്ചിട്ടുണ്ട്. അവനെ കാണുന്നവര് മുഖം തിരിച്ചു കളയും, അവന്റെ മുഖം വികൃതമായിരിക്കും, അവന്റെ പുറം ഉഴവുചാലായി മാറും, അവന് രൂപഭംഗിയൊന്നും കാണുകയില്ല. അവനെ കാണുന്നവര് മുഖം തിരിക്കുവാൻ തക്ക വിധത്തില് അവൻ അത്രയ്ക്ക് വിരൂപനായിത്തീരുമെന്ന് യേശുവിന് 700 വർഷം മുമ്പ് ജീവിച്ച പ്രവാചകനായ യേശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ അത് ഇപ്പോൾ യേശുവിനും പിതാവ് കാണിച്ചു കൊടുക്കുകയാണ്. അല്പസമയം കൂടെ കഴിയുമ്പോൾ നിന്നെ ഈ റോമൻ പടയാളികൾ വന്ന് പിടിച്ചുകൊണ്ടുപോകും, നിന്റെ വസ്ത്രം അവർ ഉരിഞ്ഞു മാറ്റും, നിന്നെ ചാട്ട കൊണ്ടടിക്കും, നിന്റെ പുറ ഉഴവുചാലാക്കും, 2 കള്ളന്മാരുടെ മധ്യം നിന്നെ കുരിശിൽ തറയ്ക്കും, ഭാരമേറിയ ഒരു കുരിശും കൊണ്ട് നീ ജെറുസലേമിന്റെ തെരുവീതിയിലൂടെ ഗാഗുൽത്തായിലേക്ക് നടക്കേണ്ടി വരും. നീ കുരിശുമായിട്ട് പോകുമ്പോൾ നിന്റെ അമ്മ നിന്നെ സഹായിക്കുവാൻ വരും. പടയാളികള് അമ്മയെ തട്ടിമാറ്റും. അപ്പോൾ നീ അമ്മയെ സഹായിക്കാൻ പോകുമോ? നിനക്ക് തന്ന കുരിശുമായിട്ട് നീ ഗാഗുൽത്തായിലേക്ക് പോകുമോ? ഇതെല്ലാം ചോദിച്ചപ്പോൾ താൻ സഹിക്കുവാൻ പോകുന്ന പീഡകളുടെ പാരമ്യതയില് യേശു ഇപ്രകാരം നിലവിളിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വിയർപ്പ് തുള്ളികളായി നിലത്ത് വീഴുകയാണ്. ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മൂലം പാപവും ശാപവും രോഗവും മരണവും ഉണ്ടായെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ അനുസരണത്തിലൂടെ നഷ്ടമായതെല്ലാം നിനക്കും എനിക്കും തിരിച്ചു തരുന്നതിന് വേണ്ടി അനുസരിക്കുവാനായിട്ട് നന്നേ കഷ്ടപ്പെടുന്ന യേശുവിനെ ഇതാ നാം കാണുന്നു എങ്കിൽ നാം യേശുവിന് വേണ്ടി ജീവിക്കുവാന് ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഇനിമേൽ യേശുവിനിൽ ജീവിക്കും. ഞാൻ യേശുവിന് വേണ്ടി ക്രൂശിതനാണ്. യേശു എനിക്ക് വേണ്ടി 3 ആണികളിൽ മേൽ പിടഞ്ഞു മരിച്ചു എങ്കിൽ ആ യേശുവിന്റെ കുരിശില് ഞാൻ കിടക്കുവാനും യേശുവിന് വേണ്ടി ജീവിക്കുവാനുമായിട്ടുള്ള ഒരു ബാധ്യതയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. എന്താണ് ആദം മൂലം നഷ്ടപ്പെട്ടത്? അതെല്ലാം 10 മടങ്ങായിട്ട് യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായിട്ട് തിരിച്ചു നൽകിയിട്ട് നാം ഈ യാഥാർത്ഥ്യം അറിഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിച്ചുവെന്ന തിരിച്ചറിവില് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയാണോ ഞാനെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ വിശ്വാസി എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് യേശുവിന്റെ അനുസരണം മൂലം നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത്? പെട്ടെന്ന് 2 വ്യക്തികളെ നമുക്കൊന്ന് നോക്കാം. ഒന്ന് യൂദാസ് ആണ്. യൂദാസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ
ചിത്രം നമ്മുടെ മുമ്പിൽ ഓടിയെത്തി. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. യഥാർത്ഥത്തില് യൂദാസ് എന്താണ് ചെയ്തത്? നാം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ യൂദാസ് എന്താണ് പറഞ്ഞത്? എനിക്ക് യേശുവിനെ അറിയാം, ഞാൻ യേശുവിനെ അറിയുന്നവനാണ്, യേശുവിനെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് യൂദാസ് പറഞ്ഞു. ശരിയല്ലേ? ശരിയാണോ? യൂദാസ് പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയാം, ഞാൻ യേശുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യൂദാസ് പറഞ്ഞത് അതാണെങ്കിൽ ഇതാ പത്രോസ് ഇവിടെ നിന്ന് പറയുകയാണ്, ഞാൻ ആ മനുഷ്യനെ അറിയും. അറിയുമെന്ന് പറയുന്നതാണോ നല്ലത്? യേശുവിനെ അറിയത്തില്ല എന്ന് പറയുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? യേശുവിനെ അറിയും എന്ന് പറയുന്നതാണ്. യൂദാസ് പറഞ്ഞത് എനിക്ക് യേശുവിനെ അറിയാമെന്നേ പറഞ്ഞു. പക്ഷെ പത്രോസ് പറയുകയാണ്, എനിക്ക് ആ മനുഷ്യനെ. ഒരു പരിചാരിക വന്ന പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, നീയും ആ മനുഷ്യനോട് കൂടെ ഉള്ളവനാണ്. ഉടനെ പത്രോസ് പറഞ്ഞു, എനിക്കവനെ അറിയത്തില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞ് മറ്റൊരുത്തി വന്ന് പറയുകയാണ്, നീയും ആ മനുഷ്യനോട് കൂടെ ഉള്ളവനാണ്. അപ്പോൾ പത്രോസ് ഇങ്ങനെ തറപ്പിച്ചു പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയത്തേയില്ല. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്ന് പറഞ്ഞു, നിന്റെ സംസാര രീതി തന്നെ വെളിപ്പെടുത്തുന്നു നീ ഗലീലിയക്കാരനാണ് എന്ന് പറഞ്ഞാൽ, കണ്ണൂരുകാരന് തിരുവനന്തപുരത്ത് വന്നിരുന്ന് വർത്താനം പറഞ്ഞാല് കണ്ണൂരുകാരനെ ഉടനെ പിടിക്കും. തിരുവനന്തപുരത്തുകാരുടെ ഭാഷയല്ല കണ്ണൂരുകാരുടെ മലയാളം. നീ കണ്ണൂരുകാരനാണല്ലോ എന്ന് പറഞ്ഞതുപോലെ നീ ഗലീലിയക്കാരനാണല്ലോ, നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് കാര്യം പിടികിട്ടി, എന്നെ പിടിച്ചു, ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഉടനെ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, എന്നാ പറഞ്ഞു? ഇതുവരെ അറിയത്തില്ലെന്നാ പറഞ്ഞു. ഇപ്പോൾ പത്രോസ് പറഞ്ഞു, എന്നാ പറഞ്ഞു? ശപിക്കാനും ആണയിടുവാനുമായിട്ട് തുടങ്ങി, ചീത്ത വിളിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ ആ മനുഷ്യനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുവാനും ശപിക്കുവാനും തുടങ്ങി. അതാണ് പത്രോസ് ചെയ്തത്. യൂദാസ് പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയാമെന്ന്. പത്രോസ് ശപിക്കുവാനും ആണയിടുവാനും തുടങ്ങിയാണ് ആ മനുഷ്യനെ അറിയത്തില്ല എന്ന്. തന്റെ ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. പക്ഷേ പത്രോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? പത്രോസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യേശു പറഞ്ഞ വചനമോർത്തു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വചനം പത്രോസ് ഓർത്തത് കൊണ്ട് പത്രോസ് പുറത്തിരുന്ന് യേശുവിനെ നോക്കിയപ്പോൾ യേശുവിന്റെ കൃപാകടാക്ഷം പത്രോസിലേക്ക് ഒഴുകി വന്നപ്പോൾ യേശു പറഞ്ഞ വചനം ഓർത്തിട്ട് അയ്യോ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് പത്രോസ് വിലപിച്ചപ്പോൾ, ഹൃദയം നൊന്ന് കരഞ്ഞപ്പോൾ, ഇതാ ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മൂലം മനുഷ്യവർഗത്തിന് നഷ്ടമായത് മുഴുവൻ, ശാപവും രോഗവും പാപവും മരണവും, ഇതാ മറ്റൊരു മനുഷ്യന്റെ അനുസരണം മൂലം നിനക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകള് പത്രോസിന്റെ ജീവിതത്തില് ഒരു വലിയ ഒഴുക്കായിട്ട്, കുത്തൊഴുക്കായിട്ട് യേശുവിന്റെ കൃപ പത്രോസിന്റെ ജീവിതത്തിലേക്ക് സൗജന്യമായിട്ട് ഒഴുകി വരികയാണ്. അത് സ്വീകരിച്ച പത്രോസ് ഇതാ ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ പരമാധികാരിയായിട്ട് മാറി. മനുഷ്യൻ മൂലം നഷ്ടപ്പെട്ടത് മറ്റൊരു മനുഷ്യന്റെ അനുസരണം മൂലം സൗജന്യമായി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുകയാണ്. ഈ സൗജന്യമായ കൃപാദാനം സ്വീകരിച്ച പത്രോസിനെ പോലെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, യേശുവിന് വേണ്ടി ഇനി ഞാൻ യേശുവിനെ പോലെയല്ല കുരിശിൽ മരിക്കാൻ പോകുന്നത്, അവന് വേണ്ടി ഞാൻ തലകീഴായിട്ട് മരിക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ സാക്ഷിയായി മാറിയ പത്രോസിനെ പോലെ കൃപ സ്വീകരിച്ചുകൊണ്ട് കൃപയുടെ മക്കളായിട്ട് യേശുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനായിട്ടാണ് ഈ കുരിശിന്റെ വഴിയിലേക്ക് നാം കടന്നു വരേണ്ടത്. കുരിശിന്റെ വഴി നാം ഭക്തിപൂർവ്വം ഒന്ന് ചൊല്ലി കടന്നു പോയിട്ട് വീണ്ടും പഴയതുപോലെ ജീവിക്കുകയാണെങ്കിൽ, ജീവിതത്തിന് മാറ്റം വരുത്തുവാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം യൂദാസിൻ്റെതുപോലെ എനിക്കവനെ അറിയാം, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ കുരിശിന്റെ വഴിക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക. ഈ രാത്രിയിൽ, ഈ നോയമ്പ് കാലത്ത്, ഈ കുരിശിന് വഴി നാം കൃത്യമായിട്ട് പങ്കെടുക്കുമ്പോൾ ഒരു നല്ല തീരുമാനമെടുക്കുക. ക്രിസ്തുവിന്റെ അനുസരണം മൂലം സൗജന്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയ കൃപ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി ജീവിക്കുവാനായിട്ട് വലിയ തീരുമാനമെടുക്കുക. ക്രിസ്തുവിന്റെ സാക്ഷ്യ ജീവിതം ഇതാണ്.
നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് അത് എന്നും അഭംഗുരം തുടരേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട്, യേശുവിന്റെ സാക്ഷിയാണ് എന്ന് പറയുവാൻ, ഞാനായിരിക്കുന്ന ജോലി സ്ഥലത്ത്, ഞാനായിരിക്കുന്ന എൻ്റെ സ്ഥലത്ത് യേശുവിന്റെ സാക്ഷിയാകുവാൻ എങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ സാധിക്കും? എങ്ങനെ അതിനോട് ഭാഗഭാഗിത്വം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും? ഈ നോയമ്പ് കാലത്ത് ചിന്തിച്ച് ഒരു തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord.